ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ഞാൻ പല ഭാഷകളിലായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിമള ആൻഡ് കോയിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് പാണ്ഡ്യരാജ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ പസംഗ തൊട്ട് കടക്കൊട്ടി സിംഗം തൊട്ട് തലവ തലവി തൊട്ട് എല്ലാ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകളായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥ ഏകദേശം കുറച്ച് മുമ്പ് എഴുതി വെച്ചതാണ്. അദ്ദേഹം സൂര്യ വെച്ചാൽ തോന്നുന്നു അടുത്ത സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ഞാനും ഉർവശിയും എത്തിപ്പെടുകയും ചെയ്തത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ട് നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഉർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഉർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാല്. പക്ഷെ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ, സഞ്ജന, അനന്തിക, മറ്റേ ഉർവശി, ഞാൻ, എല്ലാവരും, ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന രീതിയിൽ അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. അദ്ദേഹം ചെയ്തു നോക്കിയ ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച്, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ട് മുതൽ ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത് 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പണ്ടേസായിട്ട് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ 10-40 ദിവസം ജയറാമേട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ജയറാമേട്ട പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചിരുന്നു. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നു. നമ്മള് ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ടീച്ചർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞാല് എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പണിസാർ പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ജയറാമേട്ടന് ചിരിയാണ്, ഇപ്പൊ വയ്ക്കുമ്പോൾ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉർവശിയെടുത്ത് പറയും ഇത് ചെയ്യണം. അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്നും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് ഇല്ല, പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മള് ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി
എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്ത ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരെന്ന് വെച്ചാൽ ജയറാമേട്ടന്റെ പേരാണ് എന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി, സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശി ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയാണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കുക. ഉർവശി പറഞ്ഞത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പ്ലീസ് ചെയ്യും. കാരണം പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 മുറയും അഭിനയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പൊ ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടരേസൻ അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഉർവശി എന്നെ കുടിക്കണമെങ്കിൽ കോഫി ടീ എതും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് എന്നെ കട്ടിയില്ല, മോര് അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് തന്നെ അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത്. അത് അറിയാം കൃത്യമായിട്ട്. അതുകൊണ്ട് കട്ടിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു പണ്ട് ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ഉർവശി ഇപ്പം കണ്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നവർ എല്ലാ ആക്ടേഴ്സ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഉർവശി കണ്ടില്ല ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ ആക്ടിങ് ആയാലും ഓൾസോ ജയറാമനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടത്? ഇപ്പൊ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ അത്രയില്ല സാർ, എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളും ഇവരെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കുക. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻജോയ് ചെയ്യുന്നവരും. ഞങ്ങളുടെ ഇപ്പം പൊന്നിയിൻ സെൽവന്റെ ഒക്കെ സെറ്റിനകത്ത് കിടന്ന ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ചെയ്യാനാണ് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ കിടന്നു അതുപോലെ തന്നെ ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമോ? ഞാൻ പെട്ടെന്ന് ഒരുപാടുണ്ട് ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്. ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. അഭിനയം മാത്രമല്ല, ഡാൻസിൻ്റെ തന്നെ വിവിധ ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസവും ഞങ്ങൾ ഓരോന്ന് സെറ്റിൽ ചെയ്യിക്കും. അത് വളരെ ഇതാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും ഒരു റെപ്പിറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തയ്ക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തമിഴ് ഇന്ന് ഞാൻ തമിഴിൽ കലക്കുന്നു ആയിക്കോളൂ പറഞ്ഞതിൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡ്യരാജ് സാറിനോട് താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡ്യരാജൻ സാർ സോറി
പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി തോന്നി. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഒരു തമാശകള്. റെസ്പോൺസുകൾ കയറി അപ്പൊ ഒരു കില്ലിംഗ് ആണെങ്കിലും ഒരു ത്രില്ലർ ആണെങ്കിലും പ്രേക്ഷകനെ ഇരുത്തി ചിരിപ്പിച്ച് കുടുംബത്തോടെ ഇരുത്തി ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴും ഒരു എന്താ പറയാ മനസ്സിലൊരു എന്താ പറയുക ഇതൊരു ഷോ ഹിറ്റ് ആണ് എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിന്റെ പ്രോസസ് എങ്ങനെയാണ് സാർ? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല എന്ന് തുടങ്ങുന്നത് നമുക്കിത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ നോക്കാറുണ്ട്. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി അടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ പാണ്ഡുരാജ് സാറിന്റെ സിനിമ കേട്ടത് വെച്ചു. കേട്ടു ആ കഥയൊന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെ പറയാൻ പറയുന്നത്? അല്ല എൻ്റെ അടുത്ത് ആരോ വന്ന് 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡുരാജ് സാർ പറഞ്ഞ കഥ ഒന്നുകൂടി പറയൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ട് തന്നെയാണ് എല്ലാവരും. സാനിമാഷ് ഈ അടുത്തൊരു ഡാൻസ് പെർഫോമൻസ് பார்த்துட்டு ജയറാമനും സാനിമാഷും കൂടെ. അപ്പം அதுக்குள்ள சானிமாஷ் ரொம்ப எக்ஸைட்டடா அவரை பார்க்குற எனக்கு ஆக்சுவலாக தெரிஞ்சிச்சுக்கு என்ன கேள்விட்டு. பட் நான் வந்துட்டு ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகன். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன் என்ன சொல்லுவாங்க, நீங்களும் சன் ஒரு படம் பண்ணிக்கல அதில் பண்ண வேண்டிய நான் சாங்கு. பட் நான் ஆக்சுவலாக டேட் சம்திங்ல நான் பண்ணல. பட் நான் அப்போ வந்துட்டு காளிதாஸ்ல சொன்னேன், காளி உன்னை விட உங்கள் அப்பா வந்துட்டு பயங்கரமான டான்ஸரு, அவருக்கு உனக்கு பண்ணணும்னு ஆசை இல்லை, எனக்கு அவருக்கு கோரியோ பண்ணணும்னு ஆசை. பட் மிஸ் ஆகிடுச்சு. கண்டிப்பாக நெக்ஸ்ட் ஏதாவது மூவியில் பண்ணணும்னு ஆசைப்பட்டுங்க. அப்போது இந்த ஆடியோ லான்ச் அப்போ வந்து நான் சாரை கேட்டேன், சார் இது மாதிரி ஒரு கண்டென்ட் இருக்கு சார் பண்ணலாமா, எனக்கு வந்துட்டு உங்களை வந்துட்டு அந்த டான்ஸ் ரீக்ரியேஷன் ஆடணும்னு எனக்கு ரொம்ப ஆசைன்னு. சார் வந்து பயங்கர எக்ஸைட் ஆகிட்டார், ஐயோ பண்ணலாம் மாஸ்டர். அது வந்து பெருசாக ரிஹர்சல் பண்ணார். ஷோ அந்த அன்னைக்குன்னா அதுக்கு முன்னாடி ஒரு 1 hour முன்னாடி தான் சும்மா லைட்டாக ஒரு ரிஹர்சல் பண்ணார். அது ஸ்டேஜில் வந்தாலுமே அது பிளாஸ்ட் ஆகிடுச்சு, ஃபுல் ஹெவி. எல்லாமே அதுதான் இப்போ சோஷியல் மீடியாலாம் போயிட்டு வந்து எல்லாருமே வந்துட்டு மெசேஜ் பண்ணி என்னப்போ அவர் இந்த எனர்ஜியாக நான் வந்துட்டு நீங்கள் அவர் ஆடுற நான் ரசிக்கிறேன் அவரோட டான்ஸை. அந்த ரியாக்ஷனோட பார்க்கணுன்னா எனக்கு ரொம்ப ஹாப்பியாக இருந்துச்சு. அவர் கூட அந்த ஸ்டேஜில் அவர் கூட நான் டான்ஸ் ஆடுறது எனக்கு பயங்கர ஹாப்பி. അവിടെ മുന്നേ തൊട്ടടുത്തിരുന്ന ആൾ എന്നോട് പറഞ്ഞു പ്ലീസ് 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 പ്ലീസ്. പക്ഷെ ഞങ്ങൾ ചെയ്യണം. യെസ് ഓൾറൈറ്റ് ட்ரை பண்ணுங்க. இருக்கு நம்மகிட்ட ட்ராக் வேணா தரேன், நீங்க அதை ப்ளே பண்ணுங்க. சார் வந்துட்டு எனக்கு ஒரு காம்பினேஷன் வந்து நான் தான் ரொம்ப பேசிட்டே இருப்பேன். இவர் வந்து இந்த சைலண்ட்லேயே ரியாக்ஷன் காலி பண்ணிட்டு போயிடுறாரு, ஆஃப் பண்ணிடுறாரு. டைலாக்கில் அந்த ஃபேஸ் ரியாக்ஷனில் அந்த கண் பார்வையில் அதுலேயே நான் எக்ஸ்பெஷலி முடிச்சிடுவேன்ற மாதிரி தான். நம்ம எவ்வளோ தான் கத்தி ஓவராக பேசினாலும் பட் அந்த ஃபேஸில் அந்த ஷட்டிலாக ஒரு ஆக்டிங் ஒன்று இருக்குல்ல, அது வந்துட்டு வாய்ப்பு இல்லைனால நான் வந்து பேசுவேன், யாரா அந்த மனுஷன் ஓவராக மூஞ்சி வந்துட்டு என்ன ரியாக்ஷன் இது, இதெல்லாம் நான் அந்த டைலாக் பேசுகிறப்ப நான் யோசிப்பேன், என்னடா இது டப்புனு காலி பண்ணுறாருன்ற மாதிரிலாம் இருக்கும். அவங்களும் சரி ஊர்வசமும் சரி. அதான் இவங்களுக்கு வந்து ரொம்ப வந்துட்டு ஆக்சுவலாக இவங்க வந்து இந்த படத்தில் நடிக்கல, அப்படியே அந்த கேரக்டரை வாழ்ந்துதான் இருக்கிறாங்க.
அந்த இடத்துக்கு நம்ம இவ்வளோதான் ரியாக்ட் பண்ணணும், இதுக்கு மேலே பண்ணக்கூடாது, இது இவ்வளோதான், அந்த கேரக்டர் இவ்வளோதான்ற மாதிரி அதெல்லாம் வந்துட்டு கிஃப்ட் தான் ஷேர் பண்ணுறது. அதான் சாருக்கு தான் தேங்க்ஸ் சொல்லணும், பாண்டியா சார் தான் எங்க கூட நான் நடிச்சதுக்கு. உங்களோட எல்லா படம் பார்க்கும்போது ஒன்றும் வெவ்வேறு ஜோன்கள் இருக்கு. இந்த படத்தை ட்ரெயிலர் பார்க்கும்போது ஒரு ஃபேமிலி காமெடி கில்லர் மாதிரி இருக்கு. அப்போ ஒவ்வொரு ஜோனரும் ஒவ்வொரு ஆடியன்ஸ் தான் இருக்கு. இது எந்த மாதிரி ஆடியன்ஸுக்கு கான்சென்ட்ரேட் பண்றது? இல்லை, இது ஃபேமிலி ஆடியன்ஸ்க்கு தான். என்னுடைய படம் எல்லாமே ஃபேமிலியாக தான் வந்து பார்ப்பாங்க. இது என்னன்னா இதில் கொஞ்சம் என்ன எக்ஸ்ட்ரானா த்ரில்லர் இல்லை, கடைக்குடி சிங்கம், அந்த வீட்டு பிள்ளை, தலைவன் தலைவி எல்லாமே அந்த ஒரு வில்லேஜுக்குள்ளே எடுத்திருப்பேன். இது கொஞ்சம் பாலக்காட்டில் உள்ள ஒரு குடும்பம் சென்னை பட்டினப்பாக்கத்தில் வாழ்ம்போது அங்கே நடக்கிற ஒரு பிரச்சனையில் அது த்ரில்லராக மாறுது. அதனால அது த்ரில்லர் ஜானர் தான். அந்த த்ரில்லரில் வந்து அது ஒரு டார்க் காமெடி டீட்டில் கொடுத்துருக்கேன். என்னுடைய படங்கள் பசங்கள்லேருந்து எல்லாமே ஃபேமிலி ஆடியன்ஸுக்கான படமாக தான் இருக்கும். இந்த படத்தில் வந்து சாண்டி மாஸ்டருடைய ஏரியாலாம் வந்து இன்னைக்கு ஜென்சி கிட்ஸ்ன்னு சொல்கிறாங்களே, அந்த பசங்களுக்கு வந்து ரொம்ப பிடிக்கிற மாதிரி ஏரியாவாக இருக்கும். அந்த வாட்ச் ஆகுறது சாங்கு அதெல்லாம் இது எல்லா ஆடியன்ஸுக்குமான ஒரு ஜனரஞ்சகமான ஒரு நல்ல ஃபேமிலியோட போய் என்ஜாய் பண்ணிட்டு வர ഒരു നല്ല ഫാമിലി പടം ഉണ്ടാകും. നോർമലി ഏത് സീനുകൾ എടുത്ത് നോക്കി ജാമേട്ടർ ഉർവശി ചേച്ചി പോകുമ്പോഴാണെങ്കിൽ അവരെ തന്നെ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ആക്ടേഴ്സ് ആണ് അവര്. இப்போ உங்களோட ஸ்கிரிப்டிங்ல ஏதாவது அவங்களோட ஆக்டிங் பார்க்கும்போது இந்த சீன் இந்த மாதிரி எடுத்துடலாம் அப்படி ஏதாவது சிச்சுவேஷன் வந்திருக்கா? இருக்கு. சில இடங்கள்ல வந்து ஸ்கிரிப்ட்ல இல்லாதது அவங்களே எக்ஸ்ட்ரா கொடுக்குற ரியாக்ஷன்லயே அது ரொம்ப அழகாயிடும். அது டைலாக்காவோட மாற வேண்டிய அவசியம் இல்லை. அவங்க கொடுக்குற இந்த மூட் அப்படின்னு நம்ம சொல்லி கொடுக்கும்போது அவங்க அந்த இடத்துல கொடுக்குற எக்ஸ்பிரஷன் வந்து அன்எக்ஸ்பெக்டடா இருக்கும். இது இப்போ இந்த ட்ரெய்லர்ல பார்த்தீங்கல்ல ஒரு விஷயம், அந்த ரியாக்ஷன்லாம் வந்து நான் சொன்னது ஒன்று அவங்க கொடுத்தது ஒன்று, அது திருப்பி கொடுங்கன்னா அவங்களுக்கு கொடுக்க தெரியாது. சார் சொல்றது மாதிரி தான் 10 டேக் போனால் 10 டேக்லேயும் 10 ரியாக்ஷன் கொடுப்பாங்க. அந்த மாதிரி நிறைய இடங்கள்ல வந்து சாரும் அம்மா எல்லாருக்குமே, அது சாண்டி மாஸ்டர் எல்லாத்துக்குமே நான் எப்பவுமே வந்து இதுதான் பண்ணணும், இந்த மீட்டுக்குள்ள தான் பண்ணணும் அப்படின்னு ஒரு அடக்குறது ஒரு இது கிடையாது. ஏன்னா எல்லாருமே ஒவ்வொரு கலைஞர் அவங்களுக்குள்ள இருந்து என்னத்தை எடுத்துக்கலாம் அப்படின்னு பார்க்குற டேரக்டர்னா, அதனால அந்த இதில் வந்து நிறைய கொடுத்துருக்காங்க ரியாக்ஷனாக. அது ரொம்ப இருக்கும். அது தியேட்டரில் பார்க்கும்போதே தெரியும். இந்த படத்தில் ஏதாவது இந்த காமெடியை சொல்லுங்களே சிரிக்கிற மாதிரினா சொல்லவே முடியாது. எல்லாமே வந்து சிச்சுவேஷன் காமெடியாகவே இருக்கும். அது சீனாக போர்வையாக பார்க்கும்போது மட்டும்தான் இந்த படத்தில் வந்து அவ்வளவு காமெடிகள் இருக்கிறது தெரியும். நிறைய கொடுத்துருக்காங்க. ഇല്ല, അങ്ങനെ ഇത് നിങ്ങൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ലട്ടോ അല്ലേ. ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് എന്താ പറയുക, ഒന്നുമില്ല. ഞാനൊരു ബേസിക്കായിട്ട് ഒരു എന്താ പറയുക, ഇപ്പം പലതും പറ്റില്ല, മെത്തേഡ് ആക്ടർ അത് ഇത്. ഞാൻ ഇന്നേ വരെ ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഏത് ഭാഷയാണെങ്കിലും, തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡമാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും ഒന്നും അത് പ്രിപ്പയർ ചെയ്യുകയോ അങ്ങനെ ഒന്നും എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു ബേസിക്കായിട്ട് ഒരു ജന്മനാ ഒരു ഭയങ്കര ആക്ടറായിട്ടൊന്നുമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് നിന്ന് അങ്ങനെ സിനിമയിലേക്ക് വന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് എല്ലാവരും പത്മരാജൻ സാർ തൊട്ട് സിബി മലയിൽ സാർ തൊട്ട് ഹൈവി ശശി തൊട്ട് രാജസേനൻ തൊട്ട് മറ്റ് എല്ലാം സത്യനന്ദിക്കാട് കമൽ അങ്ങനെ എല്ലാം നല്ല 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 ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അവർ നന്നാക്കി അതിനെ മോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ കുറച്ചായിട്ട് അവിടെ നിന്ന് എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതങ്ങനെ ഒരു ക്യാരക്ടർ വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ വന്നിട്ട് അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമോ ഡയറക്ടറോട് ചോയ്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവാറുണ്ട്. അതിലൊരു ദൈവാധീനവും ഇല്ല, അങ്ങനെ പോകും. അത് തന്നെ.